ഹേ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ ചാനൽ ഇപ്പോഴാണെന്ന് തോന്നുന്നു പഴയ സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്താൻ തുടങ്ങിയത്. സ്റ്റിൽ എനിക്ക് നമ്മുടെ സ്ട്രൈക്ക് കിട്ടിയ ചാനലിനകത്ത് കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട്, എന്താ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മറ്റേ ചാനൽ തിരിച്ച് കിട്ടുന്നത് വരെ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ചാനലിനകത്തായിരിക്കും. സോ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു സന്തോഷ വാർത്തയും ഒരു ദുഃഖ വാർത്തയും കൂടെ എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഇത് പാമ്പ് ചറവറാന്ന് കടിക്കുന്ന അവസ്ഥയാണ് എൻ്റെ. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. ദുഃഖ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ചാനൽ സ്ട്രൈക്ക് കിട്ടിയ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മോണിറ്റൈസേഷൻ ആയപ്പം അവിടെ മോണിറ്റൈസേഷൻ പോയി. പടച്ചോനറിയാം അത് തിരിച്ചു കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി തിരിച്ചു കിട്ടിയിട്ടും എന്താ പറയുക, അതിലുണ്ടില്ലാത്ത തോക്കിൻ്റെ അവസ്ഥയാണ്. മോണിറ്റൈസേഷൻ ഇല്ലെങ്കിൽ ആ ചാനൽ ഇനി എന്തിനു കൊള്ളാം? കാലന്മാരെ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? എനിക്കത് മനസ്സിലാവാത്ത. ഒരു തരത്തിലും രക്ഷപ്പെടാൻ സംഭവിക്കില്ല. അത് മോണിറ്റൈസേഷൻ പോയത് എങ്ങനെയാണെന്ന് വെച്ചാലും 6 മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ, അതിനകത്ത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്ന് ഒന്നാമതേ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനിലൂടെ സ്ട്രൈക്ക് വന്നപ്പോഴത്തേക്ക് കാലന്മാർ എൻ്റെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു ഗൈസ്. എന്തൊരവസ്ഥയാണ് എന്തോ. ഇതിനേക്കാളും വലിയ ഗതികെട്ടവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് കണ്ടോ നേരിട്ട് മുന്നിരിപ്പുണ്ട്. ഓക്കെ, എൻ്റെ ദണ്ണങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ സമയം കളയുന്നില്ല, നമുക്കപ്പോൾ വീഡിയോയിൽ കിടക്കാം. സോ ബിഗ് ബോസിന് പുറത്ത് ചറപറ ബഹളമാണ് ഗൈസ്. അകത്തേനേക്കാളും കൂടുതൽ കണ്ടന്റാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ യമുന റാണി ചേച്ചി പുറത്തിറങ്ങിയിട്ട് കുറേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ എല്ലാം കൂടെ ഞാൻ വെക്കുന്നില്ല, ഇന്നത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുവെക്കാം. ആദ്യത്തെ 2 ആഴ്ച ഫുൾ പോയ കണ്ടന്റ് മുഴുവൻ യമുന റാണി എന്ന വ്യക്തിയിലൂടെ തന്നെയാണ്. യമുന റാണി തന്നെയായിരുന്നു അതിന്റെ സെന്റർ ഓഫ് ദ കക്കൂസ്. കോപ്പാണ്, കണ്ടന്റ് അല്ല. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കില്ല, കണ്ടന്റ് മൊത്തം പോയി. എവിടായിരുന്നു നിങ്ങൾ അതിനകത്തായി? എന്താ പറയാ, അട്രാക്ഷൻ കണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ പോലും അറിയാതെ അത് വന്ന് പെട്ടതാണെങ്കിൽ കൂടിയും ഞാൻ തന്നെ ആയിരുന്നു കണ്ടന്റ് ക്രിയേറ്റർ. എന്ത് കണ്ടന്റ് അവിടെ ഉണ്ടാക്കിയത്? രാവിലെ എണീറ്റ് ചോറ് വെക്കുന്നു, കറി ഉണ്ടാക്കുന്നു. ഇതാണോ യമുന റാണി തന്ന കണ്ടന്റ്? ഈ തള്ള അതിനകത്ത് നിന്ന് തള്ളിയായിരുന്നെങ്കിൽ കുറെ നാളും കൂടി ഈ തള്ള അതിനകത്ത് നിന്ന് പോയത്. ഒരു പ്ലാനും ഇല്ലാതെ ഗെയിമിൽ വന്നിട്ട് ആദ്യത്തെ 2 ആഴ്ച ഇത്രയും ജനങ്ങൾ ആ ഷോ ഇത്രയും ഇതായിട്ട് കണ്ടു തുടങ്ങിയ ആദ്യത്തെ 2 ആഴ്ച ആണല്ലോ പബ്ലിക്കിന് ഇത് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളൊരു ഇത് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു ഇത് കണ്ടന്റ് കൊടുത്തത് യമുന റാണി തന്നെയാണ്. എവര് സീസൺ 6 പറ്റി തന്നെയാണോ ഈ പറയുന്നത്? അതോ ബിഗ് ബോസിന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പ്രാന്തായാവും? അത് ഇവര് ശരിക്കും എപ്പിസോഡൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അത് 2 ആഴ്ചയിൽ എവിടെ യമുന റാണി? എവിടെ യമുന റാണി? ആ കൂടിയിൽ നടുവയ്യാത്ത ഫാഷൻ ഷോ കാണിച്ച സമയത്താണ് യമുന റാണിയെ 4 പേര് അറിയുന്നത് തന്നെ. ആ കൂടി യമുന റാണിയുടെ വൈറലായ ഒരു കണ്ടന്റ് അതാണ്. നടുവയ്യാത്തൊരു നടു തപ്പി പിടിച്ചിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഫാഷൻ ഷോ കളിച്ചിട്ട് ആ സാധനം. ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ പോലും ബിഗ് ബോസിന്റെ മുഖം ഞാനായിരുന്നു എന്നുള്ളൊരു അവകാശവാദം പറഞ്ഞ പോലെ. അപ്പൊ ലാലേട്ടൻ അല്ല അതിന്റെ അംബാസിഡർ അവതാരം ചേച്ചിയായിരുന്നു തോന്നിപ്പോടും. ലാലേട്ടൻ തന്നെയാണ് അതിന്റെ ആള്. ലാലേട്ടന്റെ കഴിഞ്ഞ ആർക്കും ഒന്നും പറ്റൂല. ഞാൻ അതിലെ കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ, അതിൽ പങ്കെടുത്ത ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞത്. അവൻ ഊക്കിയതാണ് ഇവര്, എന്നിട്ട് പോലും തളയ്ക്കത് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്ന് ചേച്ചി, അവൻ നിങ്ങളെ ആക്കി വിട്ടതാണേ. അത് തന്നെ ഞാനോ പിന്നെ ഫുള്ള് കംപ്ലീറ്റ് എൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അടിച്ച് പുറത്താക്കിയത്. ഇപ്പം അഖിൽമാരാറിൻ്റെ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അഖിൽമാരാർ വന്നിട്ട് കുറേ ചറവറ കുറേ പരാമർശങ്ങൾ എന്തു പറയുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് കുറേ മുന്നേ ഉള്ള സ്ത്രീ കണ്ടസ്റ്റൻസ് തലയും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ വട്ടത്തെ കണ്ടസ്റ്റൻ്റായ ഹനാൻ വന്നിട്ടുണ്ടായിരുന്നു. ഹനാന്റെ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടുവെക്കാതെ. അപ്പോ ഒരു ടൈറ്റിൽ വിന്നർ എന്ന നിലയിൽ ആ ഒരു അഖിൽമാരാറിന്റെ പരാമർശത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, ഹനാൻ ബിഗ് ബോസിൽ കയറിയത് ആർക്കെങ്കിലും കിടന്നു കൊടുത്തിട്ടാണോ? ഏതാടാ ഇവൻ? എന്തൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നേ? ചവളമൊക്കെ ഉറ കൊടുക്കുവേണ്ടേ, എന്നിട്ട് നീ സംസാരിക്കും. അതായിരിക്കും അന്തസ്. അതെ, അല്ല, ഞാൻ ആ ഒരു പരാമർശത്തെ മുൻനിർത്തി. അച്ഛനുണ്ട്, ആങ്ങളമാരില്ല. അച്ഛനുണ്ട്, ആങ്ങളയില്ല. എന്നെ പൊന്നെ, ഒരു വിവരം വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാരൊക്കെ ആണല്ലോ ഈ ആങ്കർ എന്നും പറഞ്ഞ് പിടിച്ചിരുന്നേക്കുന്നത്. നീ സംസാരിക്കാൻ നിൽക്കാൻ അവൻ്റെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കങ്ങോട്ട്, ചുമ്മാ സംസാരിച്ച സമയം കളയാതെ. അവൻ പൊട്ടരാ, അവൻ മനസ്സിലായില്ലയോ? അച്ഛനുണ്ട്, ആങ്ങളില്ലെന്ന്. എന്റെ പൊന്നോ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ സംസാരത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഒരു പെൺകുട്ടികളോട്
താനെ മുൻനിർത്തി സംസാരിക്കുമ്പോ അല്ല. മാന്യതയിൽ സംസാരിക്കാൻ ഒരു പെൺകുട്ടിയെ മാറ്റി നിർത്തി സംസാരിക്കാം, പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ? അടിക്കാത്ത എന്താണെന്ന് അറിയോ? എന്തുകൊണ്ടാണ്? ഒരു മാന്യത ഉള്ളതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ നിന്നെ കൈവക്കി അടിക്കാത്ത എന്തുകൊണ്ടെന്ന് അറിയോ? എന്തുകൊണ്ടാണ്? അത് മാന്യത ഉണ്ടായിട്ടാണ്. എന്റെ പൊന്നു, കൊടുക്കാരെന്ന് പറയണം. നിനക്ക് കൊടുക്കായിരുന്നു, നിനക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ. ഒരെണ്ണം കൊടുത്തിട്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു നല്ലത്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ഇപ്പൊ താങ്കൾക്ക് ചോദ്യത്തിന്റെ ഇത് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ധ്വനി മാറിയതാണോ അല്ലെങ്കിൽ കൈ എടുത്തെന്ന് അറിയില്ല. ഒരു രീതിയുണ്ട്, ഒരു മര്യാദ മീഡിയ എപ്പോഴും പാലിക്കാത്ത ഒരു കാര്യമാണത്. അല്ല, ചോദ്യങ്ങൾക്ക് എപ്പോഴും നീ കൂടുതൽ കടന്നുരുളണ്ട, നീ ചോദിച്ചത് മറ്റേ ആ രീതി തന്നെ. എടാ, ഏതെങ്കിലും ഒരു പെൺകൊച്ചിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നീ ചോദിച്ചത്, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് നീ ചോദിച്ചത്. ഇപ്പോൾ ഈ കുറേ ഓൺലൈൻ മീഡിയാസ് വന്നതിന് ശേഷം കുറേ നല്ല ബെസ്റ്റ് ആങ്കർമാരുണ്ട്. വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറേ ആങ്കർമാർ. ആദ്യമൊക്കെ ഇവറ്റാളെ എടുത്ത് കിടത്തിക്കളയണം. ഇതൊക്കെ ഏത് ചാനൽ? ഇവൻ ഏതാണ്? ചുമ്മാ ബാക്കിയുള്ളവന്മാരെ കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വിട്ടവനൊക്കെ ഉണ്ട് ഇവൻ. അടുത്ത് നമുക്ക് അഖിൽ മാരാറിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ശകലം കാണാം ഗൈസ്. ഈ ജാസ്മിനും അവരുടെ ഏതെങ്കിലും കണ്ടന്റ് കണ്ടിരുന്നു? എല്ലാം എന്തു കാണുന്നതെല്ലാം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളത്. അത് കാണാനാണെന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം വേറെ സൈറ്റിൽ കയറി കാണാതിരുന്നുണ്ടാകും. ഇതിനകത്ത് എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്, അണ്ണനെല്ലാം പറഞ്ഞു. അയ്യോ, എൻ്റെ ജാസുമോൾ എവിടെ? ജാസുമോളെ കാണുന്നില്ല ഗൈസ്, ജാസുമോളെ കാണുന്നില്ല. ഈ ജാസുമോൾക്ക് ഒരു വേറെ കുപ്പി എടുക്കാം. ജാസുമോൾ ഇന്ന് ആപ്പിഫിസിൻ്റെ കുപ്പിയാണ് ജാസുമോൾ. അഖിൽ അണ്ണൻ ജാസുമോളെ പറ്റി ഇങ്ങനെയൊന്നും പറയില്ല. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ എത്ര പേര് ഉമ്മ വെച്ച്, അതായത് ജാസുമോൾക്ക് ഉമ്മൊക്കെ ഉള്ള അവകാശമില്ലേ? ഇല്ലോ ജാസുമോളെ, ഗബ്രിയുടെ സ്വന്തം ജാസുമോൾ. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേമ്പി വിടും, എന്നിട്ട് ഉമ്മക്കും. അതൊക്കെ കണ്ടന്റിന്റെ ഭാഗമാണ് ഗൈസ്. അവിടെ മൂക്കളയുടെയും അവിടെ ഉമ്മപ്പിൻ്റെയും ബലത്തിലാണ് ഏഷ്യാനെറ്റിൽ TRP കുത്തനെ ഉയരുന്നത്. അത് സീസൺ 5 ഇല്ലായിരുന്നു. സീസൺ 5 ജാസ്മോളിൻ്റെ ഉമ്മയും മൂക്കളയും കൊണ്ടുവരുന്ന അതിൻ്റെ സാധനം പിന്നെ കീറിപ്പോയില്ലേ. അതിന് ജാസുമോൾ കുറ്റം പറയില്ല. ജാസുമോൾക്ക് ഒരു കപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഷോ പൊക്കോണ്ടിരിക്കുന്നത്. മനസ്സിലായി? എന്നിട്ട് ജാസുമോളാണ് നമ്മുടെ ഈ ഷോയുടെ അനുഗ്രഹം. എന്നിട്ട് ജാസുമോളെ പറ്റി ഒന്നും പറയാൻ നിൽക്കില്ല അഖിലേട്ടാ, മനസ്സിലായോ? ഇതൊക്കെ ആര് പടച്ചു വിടുന്നടാ? സത്യം പറയാലോ, ലാലേട്ടനെയാണ് ഈ ഷോയിൽ നിന്ന് ആദ്യം എവിക്റ്റാക്കി കളയേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ളവരെ എവിക്റ്റാക്കാൻ നിൽക്കണം. അങ്ങേരോട് ഉള്ള വിലയും കൂടെ കളയാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഈ ബിഗ് ബോസിന്റെ ഷോ. ഞാൻ നേരത്തെയും പറഞ്ഞു, നിങ്ങൾക്ക് പൈസയാണ് ആവശ്യമെങ്കിൽ വർഷാവസാനം ഞങ്ങൾ ഫാൻസ് എല്ലാവരും കൂടെ പിരിവിട്ട് 5, 6, 7 കോടി എല്ലാവരും കൂടെ ഗൂഗിൾ പേ 5, 10 ഇട്ട് വെച്ച് തരാം, എങ്ങോട്ടെങ്കിലും പോവും. ഇത് ചുമ്മാ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളഞ്ഞ് നിങ്ങൾ ഇത്രയും നാളുണ്ടാക്കിക്കൊണ്ട് വെച്ച ഒരു സാധനവും ഒരു അഭിമാനം സാധനവും കളഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാണംകെട്ട ഷോ ചെയ്യുന്നതിനേക്കാളും ഭേദം വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ്. നമ്മുടെ യമുന റാണി ചേച്ചി പിന്നെയും വന്നു ഗൈസ്, നമുക്ക് അതുകൂടെ കേട്ടു നോക്കാം. പക്ഷെ ഈ ഒരു സീസൺ 6 ആണ് മലയാളത്തിൽ ഏറ്റവും ഹിറ്റായ ഒരു സീസൺ എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇത്രയധികം TRP റേറ്റ് കൂടിയ ഒരു സീസൺ വേറൊരു സീസണും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ. അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുത്തൻ റോഡ് സൈഡിൽ നിന്ന് മനോഹരമായി പാട്ട് പാടുന്നത് കാണാൻ കൂടുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ അവനവിടെ തുണി ഒരു ഡാൻസ് കളിച്ചാൽ കാണാൻ കൂടും. മനസ്സിലായ? അതാണ് സീസൺ 6ഉം ബാക്കി സീസൺ തമ്മിലുള്ള വ്യത്യാസം. നെഗറ്റീവ് പ്രൊമോഷൻ കയറി ഫേമസ് ആയ സീസണാണ് സീസൺ 6. അതെന്തൊരു ന്യായമാണ് കാണിച്ചത്? ഈ ലാലേട്ടന് ഈ വിപ്രോസനം കാണിക്കുന്നത് എന്തിനാണ്? ഇത് കളിപ്പേരാണ്, ഇത് മനുഷ്യരെ പറ്റിക്കുന്നതാണ്. അമ്മച്ചി ഇത് ആരാടാ? അമ്മച്ചി അമ്മച്ചി ഭയങ്കര ഫയറാണ്. അങ്ങോട്ട് ചോദിക്കാം അമ്മച്ചി. സൂപ്പർ. ഈ ലാലേട്ടൻ അവൻ ചേട്ടനല്ല ഞങ്ങൾക്ക്. അവൻ ഞങ്ങൾക്ക് ചേട്ടനൊന്നുമില്ല. അവന് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ബഹുമാനമല്ല അവൻ കാണിച്ച ചാതുമാണ് കാണിച്ചു. അമ്മച്ചി തീ. എനിക്ക് വയ്യ എന്റെ പൊന്നോ. ലാലേട്ടനെ ഏട്ടാന്നൊക്കെ വിളിക്കുന്നത്. അകത്ത് കിടന്ന് ജാസ്മിനും കെട്ടിപ്പിടിക്കുന്ന ഒരു അവളുണ്ട്. അവള് കഴിച്ചില്ല എന്നിട്ട് അവൻ കഴിക്കത്തില്ല. അവർക്ക് പനിയെങ്കിൽ അവൻ കെട്ടിപ്പിടിച്ച് കിടന്നു. അമ്മച്ചിയെ വൈൽഡ് കാർഡായിട്ട് കയറ്റണം എന്നുള്ള ഒരു ലൈക്ക് അടിക്കൂ ഗൈസ്. അമ്മച്ചിയെ വൈൽഡ് കാർഡായിട്ട് കയറ്റണം. അമ്മച്ചി പൊളി, സൂപ്പർ. നീ കഴിക്കണം, നീ
നീ എന്താ കഴിക്കാത്തത്? നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. എന്റെ പൊന്നോ, ഏഷ്യാനെറ്റ് ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മച്ചിയുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അമ്മച്ചിയെ പിടിച്ച് അകത്തോട്ടിടേണ്ടതാണ്. സൂപ്പറായിരിക്കും, കിടിലുമായിരിക്കും. ജാസ്മിനെ അവിടെ നിർത്തി ഊരിക്കും. അയ്യോ, കാരണം അമ്മച്ചിയാണത്. എനിക്ക് വൃത്തിയില്ലെന്ന് ഗബ്രി എല്ലാരും പറയുന്നു. എന്താണ് മനസ്സിലാവുന്നില്ല. എനിക്ക് വൃത്തിയില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഗബ്രി? ഞാൻ ഈ വൃത്തിയില്ലാണ്ട് ഇതിൽ കൂടെ നടക്കുന്നുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോ? ഗബ്രി നിനക്കറിയാലോ എനിക്ക് നിന്നെ എത്ര മാത്രം ഇഷ്ടമാണ്. എനിക്ക് കുറച്ചൊരു കമ്മിറ്റ്മെന്റ് ഉള്ള കാര്യം എനിക്കറിയാലോ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കല്യാണം കഴിക്കണ്ടേ? എനിക്ക് ഞാൻ ആക്കി തരുന്നുണ്ട് കല്യാണം. ഞാൻ നിന്റെ അച്ഛനാണ്, നിന്റെ അമ്മയാണ്, നിന്റെ അമ്മായിയാണ്, നിന്റെ അയൽക്കാരനാണ്, നിന്റെ കൊച്ചനാണ്. നിന്റെ കല്യാണം ഞാൻ നാട്ടിൽ കൂടി എനിക്ക് നടത്തി തരട്ടെ. നീ ഇന്നൊരു തീരുമാനം പറയണം. നിനക്ക് എന്നെ ഇഷ്ടമാണോ അതല്ലേ? എനിക്ക് നിന്നെ ഇഷ്ടം, പക്ഷെ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലോ നിന്റെ മനസ്സിലാക്കി. എനിക്ക് എല്ലാം മനസ്സിലായി. നീ കഴിഞ്ഞ എനിക്ക് സഹിക്കില്ല. പോ ഗബ്രി അവിടെ നിന്ന് പോ. ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. എന്നാലും എന്റെ ജാസു, ഈ വട്ടത്തെ സീസൺ സൂപ്പർ സീസണാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സോ ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കണ്ട് ഞാൻ വിയർത്തൊലിച്ചു ഗൈസ്. എന്തൊരു സൂടാ അമ്മേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പഴയ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു അഖിൽമാരാറിൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുക. അത് ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ വീഡിയോ കാണാൻ വരുന്ന ഒരുപ്പെട്ട എല്ലാ ആൾക്കാരും ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന കാണാൻ വരുന്നതല്ല. ഞാൻ ഒത്തിരി ഫണ്ണായിട്ട് ഇങ്ങനെ അലമ്പ് പോയ കോടാലി പോലെ സംസാരിക്കുന്നത് കാണാൻ വേണ്ടി വരുന്നതാണ്. ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചില്ല ഒരു പട്ടി പോലും മിക്കറും കാണൂല. മനസ്സിലായോ? അന്നേരം അഖിൽമാരാറിൻ്റെ ആ ഒരു ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. ഞാൻ സംസാരിച്ച് വരുമ്പോൾ തന്നെ അത് കോമഡിയായി പോകും. അതുകൊണ്ടാണ് ഞാനതെടുത്ത് സംസാരിക്കാത്തത്. പിന്നെ മാത്രമല്ല, പുള്ളി അത് പറഞ്ഞ് അതിൻ്റെ ടോപ്പിക് കയറ്റി വെച്ചേക്കാണ്. അതിൻ്റെ മേളിൽ കയറ്റി ഞാനെന്തോ പറയാൻ. എന്തായാലും ഞാൻ ശ്രമിക്കാം ഗൈസ്, അതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാം. ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഞാൻ ചറബറ എടുത്ത് റിയാക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചാൽ നിങ്ങൾ കാണുമോ ഇല്ലയോ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അയ്യോ, ഒരു വീഡിയോയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് പിന്നെങ്ങാണ് വിടാം. അപ്പം ശരി എങ്കിൽ ടാറ്റ ബൈ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല, ഗുഡ് നൈറ്റ് അല്ലല്ലോ, എന്തരല്ലോ ബൈ ടാറ്റ.